എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന മക്കളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി നീറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണ് നിങ്ങളെങ്കിൽ, നിങ്ങളെ കുഴപ്പിക്കാൻ പോകുന്ന ഒരു സബ്ജക്റ്റ് ഫിസിക്സ് ആണല്ലേ. ഒരുപാട് പേർക്ക് വളരെ ഇഷ്ടമാണെങ്കിലും കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങളും നിങ്ങളുടെ നീറ്റ് സ്കോറിനെ വളരെ അഡ്വേഴ്സ് ആയിട്ട് എഫക്റ്റ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഫിസിക്സ് തന്നെയാണ്. അപ്പോൾ എന്താണ് നമ്മളുടെ പ്രശ്നം എന്ന് പറയുന്നത്? അപ്പോൾ ഫിസിക്സിന് ഡീൽ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് കെയർഫുൾ ആയിട്ട് ഡീൽ ചെയ്യണം. അഥവാ അത് പഠിക്കുന്ന രീതി കുറച്ച് കറക്റ്റായിട്ട് നമ്മൾ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് നീറ്റ് സ്കോറിലേക്ക് എത്താൻ വേണ്ടി പറ്റുള്ളൂ. ഫിസിക്സിൽ നല്ല സ്കോർ നിങ്ങൾക്ക് വാങ്ങിയെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു വീഡിയോയിൽ എങ്ങനെയാണ് നമ്മൾ ഫിസിക്സ് പഠിക്കാൻ വേണ്ടി നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം. ഇതിൽ പല കാര്യങ്ങളും നിങ്ങളുടെ ഇനി വരുന്ന ക്ലാസ്സുകളിലാണെങ്കിലും അതുപോലെ തന്നെ സ്റ്റഡി ടൈമിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾ അതൊന്ന് എന്ത് ചെയ്യുക, യൂസ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഉറപ്പായിട്ടും ഇതിന് നിങ്ങൾക്ക് വളരെയധികം ഒരു നല്ല ഇമ്പ്രൂവ്മെൻറ്റ് കാണാൻ വേണ്ടി പറ്റും. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് എന്താണ് ഫിസിക്സ് പഠിക്കുമ്പോൾ നമുക്ക് വരാൻ വേണ്ടി പോകുന്ന പ്രോബ്ലംസ് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഒന്നാമത്തെ കാര്യം, ഫിസിക്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് വളരെ ടഫായിട്ട് ഫീൽ ചെയ്യുന്നു. എന്ത് പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്ന സമയത്ത് എനിക്ക് എന്താണെങ്കിലും ഒരു ടഫ്നെസ് ഫീൽ ചെയ്യുന്നു എന്നുള്ളത് എപ്പോഴും ഫിസിക്സിൽ വരുന്ന ഒരു കാര്യമാണ്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഫിസിക്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഫോർമുലാസ് പഠിക്കാനുണ്ട് അല്ലേ. ഇപ്പോൾ ഓരോ ചാപ്റ്റർ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിലും സോ മെനി ഫോർമുലാസ് നമുക്ക് അത് യൂസ് ചെയ്തിട്ട് ചോദിക്കുക അല്ലെങ്കിൽ ചോദിക്കുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട്. സോ ഒരുപാട് ഫോർമുലാസ് വരുന്നു. ഇനി മെയിനായിട്ട് നമ്മളൊരു നീറ്റ് എക്സാമിന് പോകുന്ന സമയത്ത് ഫിസിക്സിൽ വരുന്ന ഒരു കാര്യമാണ് ന്യൂമറിക്കൽ പ്രോബ്ലംസ് അല്ലേ. അപ്പോൾ ഈ ന്യൂമറിക്കൽ പ്രോബ്ലംസ് വരുന്ന സമയത്ത് അത് എങ്ങനെയാണ് സോൾവ് ചെയ്യണമെന്ന് അറിയുന്നില്ല, അതിൽ എങ്ങനെ അപ്രോക്സിമേഷൻ ചെയ്യണമെന്ന് മനസ്സിലാവുന്നില്ല, കാൽക്കുലേഷൻസ് സ്പീഡപ്പ് ചെയ്യാൻ അറിയുന്നില്ല. ഇതെല്ലാം ഒരു പ്രശ്നമാണ്. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് ബാക്ക്ലോഗ്സ് ആണ് അല്ലേ. ഫിസിക്സ് എന്ന് പറയുന്ന ഒരു ടഫസ്റ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മളത് പഠിച്ചു വരുന്ന സമയത്ത് നമുക്ക് ഒരുപാട് സമയം എടുക്കുന്നതുകൊണ്ട് ബാക്ക്ലോഗ്സ് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. രണ്ടാമത്തെ കാര്യമാണ് ടൈം മാനേജ് ചെയ്യുക. നേരത്തെ കാര്യം എന്ന് പറയുന്നത് ഇതുകൊണ്ട് തന്നെയാണ് വരുന്നത്. ദാറ്റ് ഈസ് നമുക്ക് കൃത്യമായിട്ട് ടൈം മാനേജ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, ഇതിന് വേണ്ടിയിട്ട് കൂടുതൽ സമയം കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത്, ഒരു നീറ്റ് ആസ്പിരൻ്റ് എന്ന നിലയിൽ നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഒരു മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം എന്ന് പറയുന്നത് റെഫറൻസ് ബുക്കുകളാണ്. ഒരുപാട് റിസോഴ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് ഫിസിക്സ് പഠിക്കാൻ വേണ്ടി ശ്രമിക്കും. അത് ഏറ്റവും കൂടുതൽ പണി തരുന്നതും ഈ ഒരു കാര്യം കൊണ്ട് തന്നെയാണെന്നുള്ളത് ഓർക്കുക കേട്ടോ. ആൻഡ് നെക്സ്റ്റ് വൺ, എല്ലാ സബ്ജക്റ്റും ഉണ്ടാവുന്ന പോലെ തന്നെ ഡിസ്ട്രാക്ഷൻസ് ആണ്. ഓക്കെ, ഒരു കുട്ടി ആരോ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഉറക്കം വരുന്നില്ലെങ്കിൽ ഞാൻ NCERT ഫിസിക്സ് എടുത്ത് വായിക്കും മിസ്സേ, അപ്പോൾ എനിക്ക് ഉറക്കം വരുമെന്ന് പറയുന്ന പോലെയുള്ള അല്ലേ, അത്രയും ഡിസ്ട്രാക്റ്റഡ് ആയി പോവുകയാണ് നമ്മളുടെ ഈ ഒരു ഫിസിക്സ് വായിക്കുന്ന സമയത്ത്. ഇതെല്ലാം അല്ലെങ്കിൽ ഇതിൽ പലതും നിങ്ങൾക്കുള്ള പ്രശ്നങ്ങളായിരിക്കും. സോ എങ്ങനെ നമുക്കിതെല്ലാം മാറ്റിയെടുക്കാം എന്നുള്ളത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മളൊരു കാര്യം പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഫിസിക്സ് നമ്മൾ എങ്ങനെ പഠിക്കണം, ഒരു കാര്യം മനസ്സിലാക്കുക. ഒറ്റയടിക്ക് പോയിട്ട് നമ്മൾ NCERT പഠിക്കുക എന്ന് പറയുന്നത് ഫിസിക്സിനെ സംബന്ധിച്ചിടത്തോളം അട്ടർ വേസ്റ്റ് ആണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങളൊരു കോൺസെപ്റ്റ് ക്ലാരിറ്റി ഉള്ള നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നുമുള്ള ഒരു ലെക്ചർ നിങ്ങൾ കാണാം. അതിപ്പോൾ സ്കൂളിൽ നിന്നാവാം, നിങ്ങളുടെ കോച്ചിങ് സെൻറ്ററിൽ നിന്നാവാം, ഓൺലൈൻ ആവാം, എവിടെ നിന്നാണെങ്കിലും ദാറ്റ് ഡസൻറ്റ് മാറ്റർ. ഒരു നല്ല ക്ലാരിറ്റിയോട് കൂടിയുള്ള ലെക്ചർ നിങ്ങൾ കണ്ടിരിക്കണം. അതിൻ്റെ നോട്ട്സ് നിങ്ങൾക്ക് ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ നോട്ട്സ് കിട്ടുന്നുണ്ടെങ്കിൽ ആ നോട്ട്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്ക്. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത്, അതിനെ നിങ്ങൾ റിവൈസ് ചെയ്ത് മുമ്പോട്ട് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതിപ്പോൾ ഏതൊരു സബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിലും റിവിഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എസ്പെഷ്യലി ഫിസിക്സിനെ നോക്കുമ്പോൾ നിങ്ങൾ ലെക്ചർ കോൺസെപ്റ്റ് ക്ലാരിറ്റിയോട് കൂടിയിട്ട് നോട്ടൊക്കെ നോക്കി, പക്ഷേ പിന്നീട് നിങ്ങൾ അത് നോക്കിയിട്ടേ ഇല്ല എന്നുണ്ടെങ്കിൽ കാര്യമില്ല. അപ്പോൾ അത് റിവിഷൻ ഇസ് മസ്റ്റ്. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഫിസിക്സിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ചോദ്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്കതിനൊരു ഉപകാരം ഉണ്ടാവുള്ളൂ. സോ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് നമ്മൾ ചെയ്യണം. ആൻഡ് ഏറ്റവും അവസാനമായിട്ട് നമുക്ക് ലാസ്റ്റ് മിനിറ്റിലൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് വളരെ ഷോർട്ടായിട്ടുള്ള നോട്ട്സ് തയ്യാറാക്കി വെക്കുക, ഫോർമുല ഷീറ്റുകൾ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഇതാണ് നിങ്ങളുടെ സ്റ്റഡി അല്ലെങ്കിൽ ആ ഒരു രീതി എന്ന് പറയുന്നത്. ഈ ഒരു രീതിയിലാണ് നിങ്ങൾ
പഠിക്കേണ്ടത്. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ച് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം, ഒരു പ്രശ്നമില്ല. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, അല്ലെങ്കിൽ ഈ ഒരു ഫിസിക്സ് പഠിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കീപ് യുവർ ബേസിക്സ് സ്ട്രോങ്. അതായത് ഇപ്പോൾ നീറ്റ് എക്സാമിന് നിങ്ങൾ ഫിസിക്സ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ട, അല്ലെങ്കിൽ നിങ്ങളുടെ ബേസിക്സ് ക്ലാരിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ, ആ ഒരു ഫൗണ്ടേഷൻ സ്ട്രോങ് അല്ല എന്നുണ്ടെങ്കിൽ, എപ്പോഴും പറയുന്ന പോലെ തന്നെ അതിൻ്റെ മുകളിൽ നിങ്ങൾ എന്തുണ്ടാക്കിയിട്ടും കാര്യമില്ല, ഒരു കാര്യം ഉണ്ടാവാൻ വേണ്ടി പോകുന്നില്ല. പല സ്ഥലത്തും നിങ്ങൾ സ്റ്റക്കായി പോകും. സോ ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ബേസിക്സ് ഉറപ്പായിട്ടും സ്ട്രോങ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ ക്വസ്റ്റ്യൻസ് കാണുന്ന സമയത്ത് ബ്ലാങ്ക് ആയിട്ട് പോകും. അപ്പോൾ ക്വസ്റ്റ്യൻസ് എങ്ങനെ നമുക്ക് ഡീൽ ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് നോക്കണം. അപ്പോൾ മെയിൻലി നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഇനി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഇപ്പോൾ ഒരു ടീച്ചർ വന്നിട്ട് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ ആദ്യം തന്നെ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള ചോദ്യം അല്ലല്ലോ ചോദിക്കുക, ബേസിക്സ് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. അതിൽ നിന്നുമാണ് നമ്മൾ ടഫസ്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളിലേക്ക് പോവുക. സെയിം മെത്തേഡ് തന്നെയാണ് നിങ്ങളും ചെയ്യേണ്ടത്. സ്റ്റാർട്ട് ഫ്രം ദ ബേസിക് ക്വസ്റ്റ്യൻസ്. ആൻഡ് എസ്പെഷ്യലി ഒരു നീറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന മക്കളാണ് നിങ്ങളെങ്കിൽ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ക്വസ്റ്റ്യൻസും ആൻസേഴ്സും മഗപ്പ് ചെയ്യരുത്. ചില സമയങ്ങളിൽ നമുക്ക് നല്ലതായിരിക്കും, ബട്ട് ആസ് എ ഫിസിക്സ് അല്ലെങ്കിൽ കെമിസ്ട്രി പോലെയുള്ള സബ്ജക്ട്സ് ഒക്കെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ബയോളജിക്കൊക്കെ മഗപ്പ് ചെയ്യാം അല്ലേ, ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ഇതാണെന്ന് പറഞ്ഞു. പക്ഷേ ഓഫ് കോഴ്സ് ഈ ഒരു കേസിലേക്ക് വരുമ്പോൾ ന്യൂമറിക്കൽ വാല്യൂസിൽ ഡിഫറൻസ് വരാം, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വ്യത്യാസമായിട്ടാണ് ചോദിക്കുക. സോ ആൻസറും ക്വസ്റ്റ്യനും വെറുതെ കാണാപ്പാഠം പഠിച്ച് മുമ്പോട്ട് പോകാൻ നമുക്ക് ഒരിക്കലും പറ്റില്ല. അത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് എന്ന് എനിക്കറിയാം. എന്നിരുന്നാലും ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി എന്തിനാണ് നമ്മൾ ടൂ മച്ച് റിസോഴ്സസ് യൂസ് ചെയ്യുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഫിസിക്സിനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നീറ്റ് എക്സാമിന് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ബെസ്റ്റായിട്ട് ഒന്ന് NCERT നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് കോൺസെപ്റ്റ് ക്ലാരിറ്റി വരുത്താൻ വേണ്ടി നിങ്ങൾക്ക് HC വർമ്മ യൂസ് ചെയ്യാം, DC പാണ്ഡെ ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ അതൊക്കെ ഉപയോഗിച്ചു കൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ നിങ്ങളിപ്പോൾ ഒരു ഓൺലൈൻ കോച്ചിങ് എടുക്കുന്ന ഒരു കുട്ടിയാണ്, അല്ലെങ്കിൽ ഒരു പ്രോപ്പറായിട്ട് കോച്ചിങ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ മൊഡ്യൂൾ അല്ലെങ്കിൽ അവരുടെ ഒരു നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽ ഉണ്ടാവില്ലേ, ആ മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് പഠിക്കുക. ആൻഡ് മോർ ക്വസ്റ്റ്യൻസ് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ബുക്സ് വാങ്ങിച്ചിട്ട് പഠിക്കാൻ വേണ്ടി നോക്കുക. എപ്പോഴും നിങ്ങൾ 1-2 റിസോഴ്സസിൽ ഒതുക്കുക. കാരണം ഓരോ റിസോഴ്സസും ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കും തരുന്നുണ്ടാവും. സോ ഒരുപാട് റിസോഴ്സുകൾ നിങ്ങൾ വാങ്ങിച്ചു എന്ന് വിചാരിച്ചിട്ട് യാതൊരു കാര്യമില്ല, ഉള്ളത് വൃത്തിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതർവൈസ് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവുകയാണ് ചെയ്യുക. ഇനി ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ നിങ്ങളുടെ ഒരു പഠനത്തിന് നിങ്ങൾക്ക് എപ്പോഴും ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യമാണ് ഈ ഒരു ടിക്ക് സർക്കിൾ സ്റ്റാർ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അതായത് നിങ്ങളിപ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നല്ല പോലെ സാറ്റിസ്ഫൈഡ് ആയിട്ട് കംപ്ലീറ്റ്ലി നിങ്ങളാണ് ചെയ്തത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നീടും അത് ചെയ്യാൻ വേണ്ടി പറ്റും. ഒരു സിമ്പിൾ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾക്ക് എന്തിടാം, ടിക്കിട്ട് വെക്കാം. ഓക്കെ, എനിക്കിത് നന്നായിട്ട് അറിയുന്ന ചോദ്യങ്ങളാണ്, സിമ്പിൾ ചോദ്യങ്ങളാണ്. ഇനി അതേപോലെ ചില ചോദ്യങ്ങൾ നിങ്ങൾക്ക് കിട്ടിയില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ടഫായിട്ടൊക്കെ ഫീൽ ചെയ്തിട്ടുള്ള ചോദ്യങ്ങളുണ്ടാവും. അതിനെ നിങ്ങളിങ്ങനെ സർക്കിൾ ചെയ്ത് വെക്കുക. സോ ദാറ്റ് നിങ്ങൾക്ക് പിന്നീട് അത് റിവൈസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അതിന് സെപ്പറേറ്റ് ടൈം കണ്ടെത്തി അപ്പോൾ സർക്കിൾ ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് ചെയ്ത് നോക്കാൻ പറ്റും. ആൻഡ് നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഇതിൽ രണ്ടിലും ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തുണ്ടാവും, ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുക. അത് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്നതാവാം, അറിയാത്തതാവാം, ഏതൊക്കെയാണെങ്കിലും ബട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളുണ്ടാവും. അതിനെ നിങ്ങൾ സ്റ്റാർ ചെയ്ത് വെക്കുക. ബിക്കോസ് അതിനെ നമ്മൾ റിപ്പീറ്റഡ്ലി വിസിറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ സമയം കളയാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ രീതിയിൽ നിങ്ങൾ മാർക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും അത് നിങ്ങളുടെ ടൈം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടും ബാക്ക്ലോഗ്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടും ക്വസ്റ്റ്യൻസ് സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും നിങ്ങൾ ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. അത് നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ആൻഡ് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഒരു നാണക്കേടും കൂടാതെ നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് പോവുക. എസ്പെഷ്യലി ഇഫ് യു ആർ പ്രിപ്പയറിങ് ഫോർ എ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു എക്സാമിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും മടി അല്ലെങ്കിൽ നാണക്കേട് എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ നന്നായിട്ട് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഷെയിംലെസ്ലി ആസ്ക് യുവർ ക്വസ്റ്റ്യൻസ്. ഡൗട്ട്സ് ചോദിക്കുക, ക്ലിയർ ചെയ്യുക. അത് നിങ്ങളുടെ അവകാശമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുമ്പോട്ട് പോവുക. ബിക്കോസ് ഇറ്റ്സ് യുവർ ലൈഫ് അല്ലേ, നിങ്ങളുടെ ലൈഫാണ്, നിങ്ങളുടെ ഡ്രീമാണ്. അത് നമുക്ക് ഒരു മടി കൊണ്ടോ അല്ലെങ്കിൽ നാണക്കേട് വിചാരിച്ചിട്ടോ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ക്ലിയർ ചെയ്യപ്പെടാത്ത പോവരുത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. ആൻഡ് ഫോർ ദ ലാസ്റ്റ് തിങ്, കൺസിസ്റ്റൻസി. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. 2 ദിവസം ചെയ്ത് 3-ാമത്തെ ദിവസം നിങ്ങൾ വീണ്ടും പഴയതിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട്
കൺസിസ്റ്റൻസി ഈസ് ദ കീ എന്നുള്ള കാര്യം എപ്പോഴും അറിയുന്ന കാര്യമാണ്. കൺസിസ്റ്റൻ്റ് ആയിട്ട് മുന്നോട്ട് പോവുക, ഉറപ്പായിട്ടും ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. ഫിസിക്സ് ടഫായിട്ട് തോന്നുന്ന മക്കളുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫിസിക്സിന് പേടിയുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഈ ഒരു രീതിയിൽ നിങ്ങൾ പഠിച്ചു നോക്കൂ മക്കളെ, ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിനുള്ള റിസൾട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇനിയും ഇതേപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇതേപോലെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് നിങ്ങൾക്ക് നല്ല പ്രോപ്പറായിട്ടുള്ള ഒരു കോച്ചിങ് വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചൂസ് ചെയ്യാം. എക്സാമിനറിൻ്റെ നീറ്റ് ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താഴെ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്ത് അഡ്മിഷൻ ഉറപ്പാക്കുക. അടിപൊളിയായിട്ട് പഠിക്കുക. ഓൾ ദ വെരി ബെസ്റ്റ്.